ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ആഡിക്സിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാനും എൻ്റെ ഇവിടുത്തെ കുറച്ച് കൂട്ടുകാരും കൂടിയിട്ട് അവന് സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ച്. എന്നാൽ ഇതുവരെ ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. പണ്ടെങ്ങോ ഞാൻ അവനൊരു ടെഡി വാങ്ങി കൊടുത്തിട്ടുണ്ട്, പണ്ട് ഏതോ ഒരു വർഷം അവൻ്റെ ബർത്ത്ഡേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ എനിക്കൊന്നും വാങ്ങി കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ ഓർമ്മയിലും ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു കേക്കൊക്കെ വാങ്ങി നമുക്ക് സെറ്റാക്കാമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ടായി. എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും വീട്ടിൽ തന്നെ കേക്ക് മുറിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവരാഘോഷിക്കണം. അപ്പോൾ ഞാനോർത്ത് ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ട് നമുക്ക് സെറ്റാക്കാമെന്നൊക്കെ ഓർത്തിരിക്കണേന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ആർട്സിനോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഞാൻ ചെയ്യണില്ലെന്ന് പറഞ്ഞാൽ അവൻ എന്തായാലും മനസ്സിലാവും ഞാൻ എന്തോ ഒപ്പിക്കണുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു അവനോട്, ഞാൻ കേക്ക് വാങ്ങുന്നുണ്ട്, നമുക്ക് രണ്ടുപേരും കൂടി പോയി കേക്കൊക്കെ മുറിച്ചിട്ട് അതേ കൊണ്ടുവന്ന് ഇവിടെ എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഞാൻ പറഞ്ഞേക്കണം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഇവിടെ സൈനയുടെ വീട്ടിൽ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് സെറ്റാക്കണുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് അവനത് സർപ്രൈസ് കൊടുക്കാം. അതുമാത്രമല്ല, ഞാൻ വേറൊരു സാധനം കൂടി അവനുണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തെന്നാന്ന് വെച്ചാൽ ഒരു വാച്ചാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവനൊരു വാച്ച് ഓൺലൈൻ വഴി എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതിന് ലൂസായിട്ട് ഞങ്ങളൊരു വാച്ചടയിൽ പോയി അതിൻ്റെ അത് ടൈറ്റാക്കിയപ്പോൾ അത് കണ്ടപ്പോൾ അവർ പറഞ്ഞതിന് ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, ഇതിൻ്റെ ഒറിജിനൽ അവിടെ ഉണ്ട്, ആ കടയിലുണ്ടെന്ന് പറഞ്ഞതിന്. അപ്പം അതിൻ്റെ റേറ്റൊക്കെ പറഞ്ഞപ്പോൾ അവനത് വേണം, അത് ഇനി അടുത്ത പൈസ കൂട്ടി അവൻ അത് എന്തായാലും എടുക്കും എന്നും പറഞ്ഞുകൊണ്ടിരിക്കണേന്. അങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് ആ വാച്ച് വേണം, കണ്ണൻ ഗിഫ്റ്റ് കൊടുക്കാനാന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഞാനും ആർട്സും കൂടി പോയി അത് എടുത്തിട്ടാണ്. പക്ഷെ അവന് കുറേ സങ്കടമായി എന്ന് വെച്ചാൽ അവനത് കാശ് കൂട്ടി അത് വാങ്ങാനിരുന്ന വാച്ചായിരുന്നു. എന്നോട് പറഞ്ഞ് എടി എടുക്കണ്ടടി, എനിക്ക് വേണോ എടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കടേ. എന്നിട്ട് അവനറിയില്ലല്ലോ അവൻ അടുത്തേക്കണെന്ന്. ഞാൻ പറഞ്ഞത് കണ്ണപ്പനാണെന്ന് വെച്ചാൽ കണ്ണന് ഫോൺ വേണം, കണ്ണനോട് ഫോൺ വേണമെന്നും പറഞ്ഞിട്ടിരിക്കണേന്ന്. കണ്ണന് ഫോൺ മേടിച്ചു കൊടുത്താൽ അച്ഛൻ എന്നെ ഓടിച്ചിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കണ്ണന് ഫോൺ എടുത്തില്ല. 18 വയസ്സായി കണ്ണന്, എന്നാലും ഇപ്പോൾ എടുത്തിട്ടില്ല, +2 കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ കണ്ണന് നമുക്ക് സർപ്രൈസ് കൊടുക്കാം. അവനെന്തായാലും വീഡിയോ കാണുമ്പോൾ മനസ്സിലായി എന്ത് സർപ്രൈസ് കൊടുക്കുക. അപ്പോൾ കണ്ണൻ ഇപ്പോൾ അതേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്, ബലൂണും അതും ഇതുമൊക്കെ. കേക്ക് ഞാൻ മുമ്പേ ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ കേക്കിലൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, കേക്ക് ഞാൻ ഓർഡർ കൊടുത്തപ്പോൾ ഒരു പിക്ക് കാണിച്ചിട്ടുണ്ടായി, പക്ഷെ അതിനകത്ത് ഐ ലവ് യു എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാനത് മാറ്റി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാൻ മറന്നുപോയി. ആ ചേച്ചിയാണ് ഐ ലവ് യു എന്ന് എഴുതിയിട്ട് തന്നിട്ടുണ്ടായി. ഇനി മാറ്റിയെന്ന് വേണ്ട, നമുക്ക് ബാക്കിൽ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ തൂക്കി സെറ്റാക്കാം. അപ്പം ഞാൻ ഇനി ഒന്ന് റെഡി ആവട്ടെ. എനിക്ക് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അവൻ ഞങ്ങളെ മന്തി കഴിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മന്തിയൊക്കെ കഴിക്കാൻ പോണ്ടേ, ഇപ്പോഴേ റെഡി ആയി നിൽക്കാം. ഇതെന്താ സാധനം എന്നറിയൂ, ഇതാണ് പ്രൈമർ. ഞാൻ ആർട്സിനോട് പ്രൈമർ വാങ്ങിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് എന്തെന്ന് പറ്റിയ വീട്ടിലൊക്കെ അടിക്കണം പ്രൈമറാണ്. അങ്ങനെ ഇരിക്കാം, ഇതിങ്ങനെയൊക്കെ അല്ലേ ഉപയോഗിക്കണം. എന്താ വന്നില്ലല്ലോ, ഇങ്ങനെ മുഖത്താടെ അടിക്കാവോ? സൈനയുടെ വീട്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് റെഡിയാക്കാം. ഞാൻ വാച്ച് ഇപ്പം തന്നെ ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. വാച്ച് എനിക്ക് തോന്നുന്നു അവനും സംശയം ഉണ്ടെന്ന് വെച്ചാൽ കണ്ണൻ ഇതുവരെ ആ വാച്ച് കണ്ണനാന്ന് പറഞ്ഞിട്ട് കണ്ണൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കണ്ണൻ അത് കെട്ടിയിട്ട് അവൻ കണ്ടിട്ടില്ല കേട്ടോ. അവൻ എന്നോട് ചോദിക്കുക എന്താടി അവൻ വാച്ച് കെട്ടാനല്ലേ? ഞാൻ പറയാം അവനങ്ങനെ വാച്ചൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് കെട്ടല്ലെന്ന്. അതായിരിക്കും താടി ഏതൊക്കെ പറയാം. ഞാൻ പറഞ്ഞു പോടാ അവിടെ നിന്ന്, അങ്ങനെയൊന്നും തരാൻ പറ്റില്ല, അത് അവൻ വാങ്ങിയതാന്നൊക്കെ പറഞ്ഞേക്കണതിട്ടാ. എന്നാൽ അപ്പം അവനൊരു സംശയം ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് നമുക്കിനി റെഡിയാവാം. ഇപ്പം തന്നെ ആദ്യമൊക്കെ വരും കേട്ടോ. ആദ്യം ഇന്ന് ആർട്സിനെ വിളിച്ചിട്ട് വിഷ് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. ആർട്സ് ഉറങ്ങണമായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് കട്ട് ചെയ്തെന്നൊക്കെ പറയണുണ്ടായി. ഈ വീഡിയോ എനിക്ക് ഇടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, ആർട്സ് സമ്മതിക്കുമെന്ന് അറിയില്ല. വീഡിയോ അവൻ്റെ നീ വീർപ്പിക്കുവാ കണ്ണൊരു പാവം കുട്ടി. ഓക്കെ ഗായ്സ്, ഇനി ഞാൻ സൈനയുടെ വീട്ടിൽ ഗായ്സ്. നമ്മുടെ പൊന്നു ആദ്യവിടെ പിന്നെ ഒരു നമ്പൂതിരി മോളും മോനും വന്നിട്ടുണ്ട്. എടാ കുട്ടാ, ഉണ്ണിക്കുട്ടാ ഉണ്ണിയല്ല കേട്ടോ, ഇത് മാധവാണ്. മാധവ് മോൻ, മാധവ്. പിന്നെ ബലൂൺ പേരിപ്പിക്കാൻ സാനിയ മോളുണ്ട് ഇവിടെ. സാനിയ
ഇവിടെ നല്ല ഭംഗിയുടെ ഇടയിൽ കാണാനായിട്ട്. സയ്യത് ഇവിടെ എവിടെ ഇപ്പോഴും ഞങ്ങൾ എവിടെ സെറ്റാക്കാൻ പോണവന് ഇവിടെ കരണ്ടില്ല ഗൈസ്. ഫ്ലാഷ് കൊണ്ട് ഇതില് ചാർജും ഇല്ല. ക്യാമറ ഇപ്പൊ ഓഫ് ആകും. അതോടെ നമ്മുടെ വ്ളോഗ് നിങ്ങളെല്ലാം കൂടി നശിപ്പിക്കരുതിട്ടാ. ആദ്യം അതൊന്നും പൊട്ടിക്കല്ലേ അതുപോലെ. ഇത് കണ്ടേ, ഈ സാധനം ഞങ്ങളൊരു കോംബോ ആയിട്ടാണ് കിട്ടിയത്. ബലൂണും എല്ലാം കൂടിയിട്ടുണ്ടായിരുന്നേ. ഇത് സ്കൈ മാർട്ട്. അവർക്കൊരു പരസ്യം. ഇതെന്താണ് ഇതിനാർക്കും വേണ്ട ഇങ്ങനെ ഇട്ടേക്കണം. അയ്യോ അതീ മാത്രം പിടിപ്പിച്ചേക്കല്ലേ. അതറിയില്ലടി, നീ അത് പിടിച്ചോണ്ട് നിന്നോ. അതൊരെണ്ണേ ഉള്ള സത്യം. ഇതെന്തോന്ന് ഇത് നമുക്കൊരു ഡാൻസ് ആക്കാം. പിന്നെ പോണത് എടുക്കാൻ പോണ്. അവനൊരു പുരുഷനാന്നും പറഞ്ഞു സൈനാലാരും. രാവിലെ രാവിലെ ഒന്ന് വിളക്കത്തിക്ക് പോയി കാണട്ടെ. ഗായ്സ് ഇതിനകത്ത് ഒന്നാമത് ചാർജ് ഇല്ല. ഞാനിപ്പോൾ ഇവിടെ മൊത്തം ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങാം. അതിനകത്ത് ഇനി ഇപ്പം തന്നെ ഓഫായി പോകും. ഞാൻ കുത്തിയിടാൻ മറന്നുപോയി. അതിൽ തന്നത് ശിഷ്യത് ഇതൊരു ചെയ്യും പകാരം. ഗായ്സ് ആഴ്ച ഇത്ര നേരം കിടന്ന് ഉറങ്ങണം. കഴിഞ്ഞിട്ട് അവൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാനിപ്പോൾ വിളിച്ചിട്ട് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നീണ്ടാരെ പോയി കേക്ക് മുറിക്കാൻ. നീങ്ങിട്ട് വന്നിട്ട് ഇവിടെ കുറേ നേർക്ക് കേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു ഇതൊന്ന് വീഡിയോ എടുക്കുക, സ്റ്റാറ്റസ് വീഡിയോ, സ്റ്റോറി ഇടുകയും ചെയ്ത് ആൾക്കാരെന്നെ കളിയാക്കുമെന്ന് പറഞ്ഞേക്കണം. ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. എൻ്റെ അമ്മേനെ കാണിച്ചത് കറങ്ങണില്ല. ഇറങ്ങിയാലും അമ്മയോട് എന്ത് പറ്റി? ആ കറങ്ങി. ദേ രാജിനെ കാണാനായിട്ടൊരു മെനയില്ല. ഇങ്ങനെ തിരിഞ്ഞാല് ഇതാണ് രാജി, എൻ്റെ മദർ. ഇതാണ് പൊന്നു. എന്ത് പറയാനൊരു ചേച്ചിയെ സാധനം സിസ്റ്ററോ. ഇത് കണ്ടില്ലേ, ഞങ്ങൾ റെഡിയാക്കിയതാണ്. എവിടേക്കോ എന്തിനൊക്കെയോ വേണ്ടി റെഡിയാക്കിയതുപോലെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത്രയും ബലൂണും ഉണ്ട്. എടാ ഇങ്ങനെയാണോ വെച്ചേക്കണം? കേക്ക് വെക്കടാ. അവനിപ്പോ ഇങ്ങോട്ട് വരും. അവര് അവിടെ പട്ടിയുടെ എന്തോ സാധനം കോരിക്കൊണ്ട് കിടക്ക്. ചെലപ്പോ ഇല്ലേ, ചെലപ്പോ എന്നെ ആഴ്സ് കൊല്ലും. ആഴ്സിന് ഇതൊക്കെ ഭയങ്കര ക്രിഞ്ചാണ്. ചെലപ്പോ എടി നീ എന്തിനാണ് എന്റെ ഫോൺ കളിക്കാൻ? ആദ്യം ലോക്ക് കഴിച്ചടി. നീ ഫോണിൽ കളിക്കാൻ വരാം. ഫോൺ തന്നെ ആദ്യം. ഫോൺ താ. ഫോണിൽ കളിക്കണിരുന്നുണ്ട്. തന്നെ ഗെയിമൊക്കെ ഓണാക്കി ഇരുന്ന് കളിക്ക്. ആദ്യം വ്ളോഗ് ആദ്യം എന്താന്ന് വെച്ചാൽ പറയേ. പിടിച്ചു. ഇന്ന് ആദിഷിന്റെ ബർത്ത്ഡേ ആണ്. ഇന്നല്ല നാളെ വെയിലാത്ത കഴിയുമ്പോഴേക്കും ആദിഷ് വരും. എല്ലാവർക്കും സുഖമാണോന്നൊക്കെ ചോദിക്കും. ഗായ്സ് കേക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഹാപ്പി ബർത്ത്ഡേ കോര. ഐ ലവ് യു. ആയി പോയി ഗായ്സ്. ഞാനാണ് ആ ചേച്ചിയോട് പറയാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ ചേച്ചി ഐ ലവ് യു തന്നെ എഴുതി വെച്ച്. എന്ത് ചെയ്യും കണ്ണ. ഞാൻ ഫോട്ടോ ഇതാണ് ആ ചേച്ചി കാണിച്ചു കൊടുത്ത. ആ ചേച്ചി അതുകൊണ്ട് അങ്ങനെ തന്നെ. ആരാ കേക്ക് കുറിക്കാൻ പോണത്? താനാ പാടിച്ചാ.
വാല് നമുക്ക് അടച്ചിടാം. എങ്ങനെയാന്ന് വെച്ചെന്നാൽ നമുക്ക് വാതിൽ അടച്ചിട്ടിട്ട് അവനോട് വാതിൽ തുറക്കാൻ പറയാം. ഇത് തുറക്കാൻ പറ്റിയാല ടൈറ്റാന്ന് പറയുമ്പോൾ തുറക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് മറ്റു സാധനം പിടിക്കാം. എനിക്കിത് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇത് വ്ളോഗ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, എങ്ങനെയോ ഞാനിട്ട് വ്ളോഗ് എടുക്കുകയാണ്. ഇതൊന്നും ഒരു സംസാരമല്ലേ, ഞാൻ എന്താ സംസാരിക്കണെന്ന് പോലെ എനിക്കറിയാം. അതെ, ഇതെനിക്കെന്തിനാ ഇത് പൊട്ടിക്കണം? പൊട്ടിക്കണം. ഇതാണ് അക്കു, കണ്ടില്ലേ അക്കു? മാമിയുടെ ബർത്ത്ഡേ അടിച്ച പോലെ മുത്ത് അടിച്ച പോലെ ആലീസിനെ കണ്ണിട്ട് അടിച്ചോളൂ. അയ്യോ എന്റെ കണ്ണേ. ഇതുപോലെ തന്നെ രാജിയുടെ ബർത്ത്ഡേ ഞങ്ങൾ വ്ളോഗ് എടുത്തിട്ടുണ്ട്. ഞാൻ അത് 2 വർഷം മുമ്പ് എടുത്ത വ്ളോഗാണ്. അതിപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട് വീഡിയോ. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഇട്ടിട്ടേ ഇല്ല. ഞാൻ നോക്കട്ടെ, പക്ഷെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും ആഴ്ച ഇപ്പം എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. പറന്നാണ് വരാറുള്ളത്, അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പം തന്നെ എത്തും. അടിപൊളി. ഇവിടുത്തെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അത് കാണാനില്ല. ഗായ്സ്, ഞാൻ ആർട്സ് വന്ന് കഴിയുമ്പോഴത്തേന് വീഡിയോ എടുക്കാവേ. ഗായ്സ്, ആർട്സ് വന്നിട്ടുണ്ട്, ഡാൻസ് വന്നിട്ടുണ്ട്. എവിടെ ആള്? അവിടെ നടക്കണുണ്ട്. എടാ എടാ, ഈ വാലം തുറന്നേ, ഇങ്ങോട്ട് വാ. തുറക്കാൻ നോക്കണം. എടി, ഇത് തുറക്കാൻ നോക്കിയടി. പുറത്തുനിന്ന് തള്ളാൻ പറയും, തുറയല്ല. എടി എടി, പുള്ളേനെ വാസിക്കാത്തടി. വലിച്ച പാടാൻ പറയുമ്പോ എല്ലാം കൂടെ വിട്ടാണ്. കേരള ഇടയ്ക്ക് പോവല്ലേ, കേറ് കേറ്. ഇടവാന്നുണ്ട് റെഡി. ഇടവാടത് കേക്ക് മേടിച്ച് വാ 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 കേറ്. വിട് വിട് വിട്, വാട അലമ്പ ഉണ്ടാക്കരുത്. വാ കേറടാ. ഹാപ്പി ബർത്ത്ഡേ അടിക്കോ. മതി, ഞാൻ ആദ്യമോളെ മേമ പോയിട്ട് വേഗം വരാം. ആദി പോയിട്ട് വരട്ടെ. ആദിക്ക് എന്താ വേണ്ട? നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം. അത് മഴയും പെയ്യാനുള്ള. ആ മഴയത്ത് പോയി കഴിഞ്ഞാൽ പനി വരും. ഇനി പനി വന്നു കഴിഞ്ഞാൽ പണിയാണ് അത്. അതിക്ക് പിന്നെ അതിലും കൂടി കുരുത്തക്കേട് ഞാൻ കാണിക്കണ്ടേ. എന്താ വേണ്ട? അവിടെ എന്തേലും വാങ്ങിച്ചു തരാം, നമുക്ക് പോവാം. ഇപ്പൊ മഴ, അയ്യോ നല്ല മഴ. ഗായ്സ്, ഞങ്ങൾ ഇവിടെ നിന്ന് അത് കേക്കൊക്കെ മുറിച്ചിട്ട് ഇപ്പം ഞങ്ങളൊന്ന് അരൂര് പോണേട്ടാ. ഞാൻ ഇതുവരെയായിട്ട് വാച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അരൂര് ചെന്നിട്ട് കൊടുക്കാമെന്നാണ് ഓർത്തത്. ഇത് എങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. കണ്ണപ്പന് ഞാനും ആർട്സും കൂടിയാണ് പോണത്. ആദ്യക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ്.
അതിന് കൊണ്ടുപോകാൻ പറ്റില്ല, അരൂര് വരെയും പോകണ്ടേ, മഴയും കൂടിയാണ്. കണ്ണ വേണേ എൻ്റെ കുട എടുത്തു, നിനക്ക് മഴയല്ലേ വല്ലെടുത്ത് വെച്ച് പറഞ്ഞാൽ കണ്ണപ്പനെ ഇടിക്കൂട്ടാ. ശരി ഗൈസ്, ഞാനൊന്ന് ഇനി അവിടെ എത്തിയിട്ട് എടുക്കാം. ഗൈസ്, ഞങ്ങൾ അരൂര് മന്തി കഴിക്കാൻ വന്നേക്കണേണ്. വന്ന വഴി മഴ ആയതുകൊണ്ട് നനഞ്ഞു. കണ്ണനെ ആർട്സിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ഇന്നലെ സ്റ്റോറി ഇട്ടായിരുന്നു. ആർട്സിനെ കുറേ പെണ്ണുങ്ങൾ ഫോളോ ചെയ്യണം, എല്ലാവരും തിരിച്ച് ഫോളോ ചെയ്യണം, എല്ലാവർക്കും സന്തോഷമാവട്ടെ. കണ്ണപ്പനെ ആര് ഫോളോ ചെയ്താലും കണ്ണൻ തിരിച്ച് ഫോളോ ചെയ്യും കേട്ടോ. ആര് മെസ്സേജ് അയച്ചാലും റിപ്ലൈ ഒക്കെ കൊടുക്കും. ഇപ്പം ഒരു ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ട് ഇപ്പോൾ കണ്ണൻ ആർക്കും റിപ്ലൈ കൊടുക്കാറില്ല. ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു. പെരി പെരി മന്തിയാണ് ഞാൻ പറഞ്ഞത്. അവിടെ പെരി പെരി ഇല്ല, അതുകൊണ്ട് സാധാ മന്തി. എനിക്ക് പെരി പെരിയാണ് ഇഷ്ടം. തിന്നാൻ പറ്റിയല്ല, ഞാൻ ഇച്ചിരി തിന്നിട്ട് ഞാൻ മൊത്തം ഞാൻ തിന്നുമെന്ന് എനിക്കറിയാമോ. അയ്യോ, ഇതൊക്കെ റെക്കോർഡ് ചെയ്യണുണ്ട്. എന്തായിട്ട് തോന്നി? അല്ല, അല്ല, ഇത് നിനക്ക് മേടിച്ചാ മണ്ട. ഞാൻ നിനക്ക് മേടിച്ച നിന്റെ ഞാൻ നിനക്ക് വേണ്ട പറയണം, അതുകൊണ്ട് ഞാൻ മേടിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഇതെനിക്കാ എഡിഫൈസ് കാസിയോ. എനിക്കിത് വരും, ഇത് വരയ്ക്കാൻ ഞാനിത് അവിടെ അവിടെ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കഴിച്ചത്, ഡ്യൂപ്ലിക്കേറ്റ്. ഇത് ഒറിജിനൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ഇത്ര നാൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇവരിട്ടിട്ട് ആൾക്കാരെ പറ്റിക്കണേണ്. ഒറിജിനലാണ്. അല്ല, നിന്റെ അല്ല, ഞങ്ങള് രണ്ടുപേരും കൂടി നിന്നെ പറ്റിച്ചതാ, ഞാനും കണ്ണപ്പനും കൂടി. ഇത് ബ്ലാക്കാണല്ലേ? ഇതെങ്ങനെ ഇടണം? ഞാൻ അപ്പൊ ഇത് എനിക്ക്. അപ്പോൾ ഗായ്സ്, ഞാൻ വന്നിട്ട് ഞാൻ പോയിട്ട് വന്നേ. ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ആദീനെ ഞങ്ങൾ കൊണ്ടുപോകാത്തതിന് ആദിയുടെ ഭയങ്കര പ്രശ്നമായി. പിന്നെ ഞാൻ ആദീനുമായിട്ട് കവലയിലൊക്കെ പോയി ചിക്കനൊക്കെ വാങ്ങി ഷേക്കൊക്കെ കുടിച്ചിട്ട് പിന്നെയും ഞങ്ങൾ തിരിച്ച് വന്ന്. അയ്യോ, ഇതൊക്കെ തന്നെയല്ല കേട്ടോ വീഡിയോ. എനിക്കതിലും അതിനായാലും വ്ളോഗിൽ ഇങ്ങനെയൊന്നും കാണിക്കാനൊന്നും അറിയത്തില്ല. അതാ ഞാൻ അത് കൊടുക്കണം വേണ്ടേ, വീഡിയോ എടുക്കണം വേണ്ടേ, ഇങ്ങനെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ സർപ്രൈസൊന്നും ഞാൻ അങ്ങനെ അധികം കൊടുത്തിട്ടില്ല. എനിക്കത് അങ്ങനെ അറിയത്തുമില്ല. ആകെ അച്ഛന് കൊടുത്തത് മാത്രം കറക്റ്റായിട്ട് നല്ല കിട്ടിക്കരായിട്ട് കൊടുക്കാൻ പറ്റിയത്. പിന്നെ അവൻ എപ്പോഴും ഓരോന്ന് എന്നെ പറ്റിക്കാറുണ്ട് കേട്ടോ. ഈ ഇടക്കും കൂടി എന്നെ പറ്റിച്ചതേള് ഒരു അത് പറയണ്ട എന്താ അങ്ങനെ എനിക്കറിയത്തില്ല. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം.
ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത്. അവൻ സർപ്രൈസ് ആയതാണോ അല്ലെങ്കിൽ എനിക്കറിയത്തില്ല. അവൻ എന്തായാലും അത് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് വാച്ചിങ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നടക്കണേന്ന്. വീഡിയോ എടുക്കണ കൊണ്ട് മാത്രം അവൻ മര്യാദക്കൊന്നും അതിൽ നിൽക്കണ്ടായില്ല. ഞാൻ ഇങ്ങനെ നിൽക്കണേ. ഞാൻ മുമ്പൊരു വട്ടം ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കൊടുത്തപ്പോൾ ഫോണിൽ കണ്ടില്ലെന്ന് തോന്നണം അവൻ. അതുകൊണ്ട് മാത്രം അതിൽ നല്ല രീതിക്ക് അവൻ എനിക്കാ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. അത് ഇതിനകത്ത് ക്യാമറ ഫ്രണ്ടിലേക്ക് തന്നെ ഇരിക്കണോണ്ട് അവൻ അങ്ങനെയൊന്നും അതുകൊണ്ട് ഭയങ്കര ആണ് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഈ വീഡിയോ എന്തൊക്കെയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ അടുത്ത വീഡിയോ ഞാൻ ഇടാം. ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടാം. ട്യൂട്ടോറിയലൊന്നും അല്ല, ഒരു കുറേ പിയോണി ഫ്ലവർ വെച്ചിട്ടുള്ള പോലത്തെ ഒരു ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തു. എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു അങ്ങനത്തെ ഡ്രസ്സ് വേണമെന്ന്. അയ്യോ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല കഷ്ടപ്പെട്ടാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.